അഭിഷേകിന്റെ ഫോം ഔട്ട് ഇനിയുള്ള ബിഗ് മാച്ചുകളിൽ ഇന്ത്യക്ക് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പുറത്ത് ഇഷാൻ കിഷൻ അസാധ്യ ഫോമിലായതുകൊണ്ട് മാത്രമാണ് ടീമിനെ അത് അത്ര ബാധിക്കാത്തതും. ഇതിനകം തന്നെ 4 മത്സരങ്ങളിൽ നിന്ന് 200-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ 176 റൺസ് ചേർത്തിട്ടുണ്ട് ഇഷാൻ. അഭിഷേകിനൊപ്പം തിലക് വർമ്മയുടെ ബാറ്റിംഗും തലവേദനയാകുന്നുണ്ട്. റൺസ് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിലും മെല്ലെ പോക്കാണ് പ്രശ്നം. പരിക്കിൽ നിന്നും മുക്തനായി എത്തിയ താരത്തിന് തന്റെ സ്വത്വസിദ്ധമായ ശൈലിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്നലെ 27 പന്തിൽ 31 റൺസാണ് താരം നേടിയത്. 120-നടുത്ത സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുമ്പോൾ ടോട്ടൽ സ്കോറിനെ അത് ബാധിക്കുന്നുമുണ്ട്. ബാക്കി ഒരുവിധം എല്ലാ സ്ലോട്ടുകളിലും താരങ്ങൾ പ്രതീക്ഷക്കൊത്ത് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ശിവം ദ്യൂബെ പ്രതീക്ഷയ്ക്കും മേലെയാണ് സംഭാവന ചെയ്യുന്നത്. റിങ്കുവിന് ബാറ്റിംഗിൽ കൂടുതൽ അവസരം കിട്ടുന്നില്ലെങ്കിലും ഫീൽഡിംഗിൽ കസറുന്നുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമിലുണ്ടായിരുന്ന ആശങ്കയും ഒഴിഞ്ഞുപോയി. ബൌളിംഗിലും കാര്യങ്ങളെല്ലാം ശുഭം. വരുൺ ചക്രവർത്തി സ്പിൻ നിരയെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ബുംറയുടെ കീഴിൽ പേസ് നിരയും ശക്തം. നെതർലാൻഡിനെ തോൽപ്പിച്ചതോടെ ആധികാരികമായി തന്നെയാണ് ഇന്ത്യ സൂപ്പർ 8 പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവരാണ് ഇന്ത്യയുടെ എതിരാളികൾ. 3-ൽ 2 മത്സരം ജയിച്ചാൽ തന്നെ സെമിയിലേക്ക് മാർച്ച് ചെയ്യാം. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് സെമി കടക്കാൻ മറ്റ് വെല്ലുവിളികളില്ല.